السلام عليكم ورحمة الله. بسم الله والحمد لله. الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. أما بعد. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ സംസ്കാരം മുസ്ലിം ലോകം മാത്രമല്ല, ആരോഗ്യം ആണല്ലോ ഏറ്റവും വലിയ സമ്പത്ത്. ആ ധാരണയുള്ള എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് എന്ന് ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് കാണാം. അമിത ഭോജനം എല്ലാ രോഗങ്ങളുടെയും മൂലകാരണമാണ് എന്ന് ഹദീസിൽ വ്യക്തമായി നമുക്ക് കാണാം. അൽ മഇദത്തു ബൈത്തുദ്ദാഇ വൽ ഹിംയത്തു റഅ്സുദ്ദവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. രോഗങ്ങളുടെ കലവറയാണ് പഥ്യം ആചരിക്കൽ ചികിത്സയുടെ മുഖ്യവും. അപ്പോൾ നമ്മുടെ ശരീരം ആരോഗ്യത്തോടുകൂടെ നിലനിൽക്കണമെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണശീലം നാം ആർജിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ദാരിദ്ര്യമുണ്ടായിരുന്ന കാലത്തും അതിനുശേഷവും ആ മിതമായ ഭക്ഷണക്രമം പാലിച്ചിരുന്നത് നമുക്ക് കാണാം. ഭക്ഷണമില്ലാതെ വിശന്നു വലഞ്ഞിരുന്ന കാലഘട്ടവും അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു മുഅ്ജിസത്ത് കൊണ്ട് ആദരിച്ച വന്ദ്യരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടക്കുന്നവർക്ക് മുഅ്ജിസത്ത് കൊണ്ട് ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുത്തത് എത്രയോ ഹദീസുകളിൽ കാണാം. പക്ഷേ സ്വന്തം ശരീരത്തിന് അവിടുന്ന് ത്യാഗം തന്നെയായിരുന്നു ശീലിപ്പിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. മാ ശബിഅ ആലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സി ശഈരി യൗമൈനി മുതതാബിഈനി ഹത്താ ഖുബിള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ ഗോതമ്പ് റൊട്ടി 2 ദിവസം തുടർച്ചയായി കഴിച്ചിട്ടില്ല അവിടുന്നും അവിടുത്തെ കുടുംബവും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണക്രമം അവിടത്തേക്ക് ഉണ്ടായിരുന്നില്ല. അത് എണ്ണമറ്റ ഹദീസുകളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിശദീകരിച്ചതായി കാണാം. മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബീത്തുൽ ലയാലിയൽ മുതതാബിഅത ത്വാവിയൻ ഹുവ അഹ്ലു. തുടർച്ചയായ ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും ഭക്ഷണമില്ലാതെ കഴിച്ചുകൂടിയിരുന്നു. ലാ യജിദൂന അശാഅൻ, രാത്രി കഴിക്കാൻ ഭക്ഷണമില്ല. വക്കാന അക്സറു ഖുബ്സിഹിം ഖുബ്സ ശഈർ, അവർക്ക് കിട്ടുന്ന റൊട്ടി ഗോതമ്പ് റൊട്ടിയായിരുന്നു. അത് തന്നെ മിക്ക രാത്രികളിലും പട്ടിണിയായിരുന്നു. വേറൊരു ഹദീസ് സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖിയ ഹത്താ ലഖിയ അല്ലാഹു സുബ്ഹാനഹു വതആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ നഖിയ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റായ പൊടി കൊണ്ട് ഉമിയെല്ലാം ചേറിക്കളഞ്ഞ് നല്ല ഈ നൈസായ പൊടി എടുത്ത് ഉണ്ടാക്കുന്ന റൊട്ടിയാണ് നഖിയ്. അത് അവിടുത്തെ ജീവിതത്തിൽ വഫാത്ത് വരെ അവിടത്തേക്ക് അങ്ങനെ ഒരു വിഭവം
കഴിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് ചോദിച്ചു സഹാബികൾ, എങ്ങനെയായിരുന്നു അപ്പോൾ നിങ്ങൾ റൊട്ടി ഉണ്ടാക്കിയിരുന്നത്? അതിന് മറുപടി, ഹൽ കാനത്ത് ലഹും മനാഖിൽ, അവർക്ക് ഇത് തരിച്ചെടുക്കാൻ അരിപ്പയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, കുന്നാ നൻഫഖുഹു, ഞങ്ങൾ ഈ ഗോതമ്പ് ഇടിച്ച് പൊടിച്ചിട്ട് അതിലുള്ള ഉമി ഊതിക്കളയും. ഫയത്തീറു മിൻഹു മാ താറ, ആ ഊതുമ്പോൾ പൊടിയിൽ നിന്ന് പാറിപ്പോകുന്നത് അങ്ങ് പോകും, ബാക്കി അതിലുണ്ടാകും. സുമ്മൻ അജിനുഹു, പിന്നെ ആ ഉമിയോടുകൂടെ ഞങ്ങൾ അത് റൊട്ടി ഉണ്ടാക്കാറുണ്ട്, അങ്ങനെയാണ് കഴിച്ചിരുന്നത് എന്ന്. ഒരു നൈസ് പത്തിരി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഈ പറയുന്നത്. അതുപോലെ അവിടുത്തെ ഒരു സ്വഭാവമായി പറഞ്ഞത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മാ അക്കല നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന്, ആ ടേബിളിട്ട് കസേരയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. വലാഫി സുക്കുറുജ, അതുപോലെ ഭക്ഷണത്തിന് ദഹിപ്പിക്കാനാവശ്യമായ ചില പദാർത്ഥങ്ങളുണ്ട്, അത് ചെറിയ പ്ലേറ്റുകളിലാക്കി കൊണ്ടുവച്ചാൽ മൂക്കറ്റം ഭക്ഷിച്ചാലും വേഗം ദഹിച്ചു പോകും. അങ്ങനെയുള്ള ഈ ദഹനത്തിന് ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥങ്ങളൊന്നും വെച്ചിട്ടുള്ള സുപ്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരുന്നിട്ടില്ല. കാരണം വളരെ കുറഞ്ഞാണ് അവിടുന്ന് ഭക്ഷിക്കുക, ദഹനക്കുറവുണ്ടാവില്ല. അതുകൊണ്ട് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കേണ്ട ആവശ്യവും വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് സഹാബികൾ വിവരിക്കുകയാണ്. ഭക്ഷണം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അത് മറ്റുള്ളവർക്ക് കൂടി പങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വലിയ പുണ്യമായി തീരുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ പലരും ഇത്ആമുത്ത്ആം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഒരു ഇബാദത്ത് ഏറ്റവും മുഖ്യമായി കണ്ട് അതിലൂടെ വിലായത്ത് നേടിയ മഹാന്മാരെ ചരിത്രം പലരെയും രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇന്നൽ മലായിക്കത്ത് തസ്തഗ്ഫിറു ലി അഹദിക്കും മാ ദാമത്ത് മാഇദത്തുഹു മൗളൂഅ, അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും, നിങ്ങളുടെ ദോഷം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളുടെ ഭക്ഷണത്തളിക മറ്റുള്ളവർക്ക് വേണ്ടി നിരത്തി വച്ചിരിക്കുന്ന കാലത്തോളം. ആ തളിക എടുത്ത് മാറ്റുന്നത് വരെ, സുപ്രമടക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ അസ്ബഉ മിൻ തആമിൻ ഫഅശാഉ അൻ അബ്കിയ ഇല്ലാ ബകൈതു, എനിക്ക് സുഭിക്ഷമായി ഭക്ഷണം കിട്ടുമ്പോൾ സ്വാഭാവികമായും കരച്ചിൽ വരുമായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ലിമ, എന്തിനാണ് നിങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം കിട്ടുമ്പോൾ കരയുന്നത്? ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അദ്കുറുൽ ഹാലല്ലത്തി ഫാറഖ അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയ, അങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം മുന്നിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് വഫാത്തായി പോകുന്ന ആ കാലം എനിക്ക് ഓർമ്മ വരും. മാ ശബിഅ മിൻ ഖുബ്സിൻ വലാ ലഹ്മിൻ മറത്തൈനി ഫീ യൗമിൻ വാഹിദ്, ഒരു ദിവസം രണ്ട് നേരം മാംസമോ റൊട്ടിയോ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് സുഭിക്ഷമായി കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പ്രയാസപ്പെട്ടാണ് ജീവിച്ചു പോയത് എന്ന ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് തികട്ടി വരികയും അങ്ങനെ ഞാൻ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. ഇനി ഭക്ഷണത്തിന് നമ്മൾ റൊട്ടിയോ പത്തിരിയോ ചോറോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ചേർത്ത് കറിയും തോരനും പൊരിച്ചതും കരിച്ചതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശീലം
കുറഞ്ഞ ഹദീസുകളിൽ, ധാരാളം ഹദീസുകളിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അല്പം ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. സയ്യിദ് ഇദാമി അഹ്ലി ദുനിയ വൽ ആഖിറത്തി അല്ലഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും ആഹാരങ്ങളുടെ നേതാവ് മാംസ ആഹാരമാണ്. വ സയ്യിദു ഷറാബി ഫി ദുനിയ വൽ ആഖിറത്തി അൽമാ, ഭൗതിക ലോകത്തും ആഖിറത്തിലും പാനീയങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് നേതാവ് ശുദ്ധ ജലം തന്നെ എന്ന് പറഞ്ഞ് അവിടുന്ന് പിന്നീട് അവിടുത്തെ ഭക്ഷണ ക്രമം, അവിടുത്തെ സംസ്കാരം എന്തായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമൽ ഇദാമു അൽ ഖൽ, ഭക്ഷണത്തിലേക്ക് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് സുർക്ക. സുർക്ക എന്ന് പറയുന്നത് വിനാഗിരി എന്നൊക്കെ പറയുന്നത് സിന്തറ്റിക്കായി നിർമ്മിക്കപ്പെടുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് ആരോഗ്യത്തിന് ദോഷകരമാണ്. മുന്തിരിച്ചാറിൽ നിന്നും മറ്റും അത് ഉണ്ടാക്കി അതിൻ്റെ നീരെടുത്ത് ജ്യൂസ് എടുത്ത് പിന്നീട് അതിന് നിശ്ചിത കാലം അത് വെച്ച് അതിനിടയിൽ അത് മത്തുപിടിക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷം പിന്നെ മത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് അതെത്തും. അപ്പോൾ അത് സുർക്ക ആയിട്ടുണ്ടാകും. അതാണ് സയ്യിദുൽ ഇദാം, നിഅമൽ ഇദാമു അൽ ഖൽ എന്ന് പറഞ്ഞതിലെ ഈ സുർക്ക. നാം ഇപ്പോൾ സുർക്ക എന്ന പേരിൽ കടയിൽ നിന്ന് വാങ്ങുന്ന സിന്തറ്റിക്കായി നിർമ്മിക്കപ്പെടുന്ന പല സാധനങ്ങളും ഉണ്ടാകും. അതൊക്കെ ശരീരത്തിന് ആരോഗ്യത്തിനും ദോഷകരമാണ് എന്ന് പ്രത്യേകം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുഹൃത്തുക്കളോട് പറഞ്ഞു, അലസ്തും ഫി തആമിൻ വ ശറാബിൻ മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണവും പാനീയവും ഒക്കെ ഉണ്ടല്ലോ, ഏത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ലഖദ് റഅയ്തു നബിയ്യക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യജിദൂന മിനദ് ദഖലി മാ യംലഉ ബത്നഹു, എന്നാൽ നിങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റവും മോശമായ, ഏറ്റവും വില കുറഞ്ഞ കാരക്ക പോലും ഒന്ന് സുഭിക്ഷമായി വയറ് നിറച്ച് വിശപ്പടക്കി കഴിക്കാൻ അവിടത്തേക്ക് കിട്ടാത്ത എത്രയോ ദിനങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ആ അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതങ്ങൾ നാം ഓർക്കുകയും വേണമെന്നാണ് ബഹുമാനപ്പെട്ടവർ ഉണർത്തുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, കുന്നാ ഇൻദ അബി മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഫഉതിയ ബിലഹ്മി ദജാജ്, ഞങ്ങൾ അബൂ മൂസൽ അശ്അരി തങ്ങളുടെ സദസ്സിലുണ്ടാകുമ്പോൾ അവിടെ ചിക്കൻ, കോഴി പാകം ചെയ്തത് കൊണ്ടുവന്നു. ഫതനഹ റജുലു മിനൽ ഖൗം, അപ്പോൾ ഒരാൾ മാറി നിന്നു, അദ്ദേഹം അത് കഴിക്കാൻ വന്നില്ല. ഫഖാല മാലക്, എന്താ നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി റഅയ്തുഹാ തഅകുലു ശൈഅൻ നത്നൻ ഫഹലഫ്തു അല്ലാ ആകുലഹ, ഞാൻ ഈ കോഴി വിസർജ്യങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വല്ലാഹി ഞാൻ ഇനി കോഴി ഇറച്ചി കഴിക്കൂല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ്നോ, നിങ്ങൾ ആ ശപഥത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ആ ശപഥത്തിന് എതിരായി നിങ്ങൾ പ്രവർത്തിക്കുക. അതിന് കഫാറത്ത്, പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ് ശപഥത്തിനെതിരായി പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പ്രായശ്ചിത്തമുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം. അത് ചെയ്യുക, എന്നിട്ട് നിങ്ങളിത് കഴിച്ചോളൂ. ഫഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്കുലു ലഹ്മ ദജാജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോഴി ഇറച്ചി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് കഴിക്കില്ല എന്ന് ശപഥം ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, നിങ്ങൾ ഇരുന്ന് കഴിച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉണർത്തി.
അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരമായ സംഗതിയാണ് സെയ്ത്ത്, ഒലീവ് ഓയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം, കുലു സെയ്ത്ത്, ഒലീവ് ഓയിൽ ഉപയോഗിക്കുക, വദ്ദഹിനു ബിഹി, അത് നിങ്ങളുടെ ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുക. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, അത് ബറക്കത്തുള്ള വൃക്ഷത്തിൻ്റെ ഓയിലാണ് എന്ന് അത് വിശുദ്ധ ഖുർആനിൽ അഖ്റുജു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഒലിവ് ഓയിലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നിങ്ങളുടെ ശരീരത്തിൽ പുരട്ടാനും ഒലിവ് ഓയിൽ ഉപയോഗിക്കുക, അത് ബറക്കത്തുള്ള ഓയിലാണ്, എണ്ണയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. പിന്നെ അവിടുന്ന് ഭക്ഷണത്തിന് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഭക്ഷണ പദാർത്ഥം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഒരു വിശദമായ ഹദീസിൻ്റെ ഒരു ഭാഗമാണ്. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതതബ്ബഉ ദുബ്ബാഅ ഹവാലൈ സഹ്ഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിച്ചു ഒരു സ്വഹാബി. അദ്ദേഹം അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മാംസത്തിൽ ചരങ്ങ, ദുബ്ബാ, ചൊരങ്ങയിട്ട്, ചൊരക്കായ എന്ന് ചിലർ പറയും, അത് ഇട്ട് വെച്ച മാംസത്തിൻ്റെ കറിയാണ് ഉള്ളത്. മറ്റ് ഭക്ഷണങ്ങളും ഉണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചൊരങ്ങയുടെ കഷണം ഹവാലൈ സഹ്ഫ, ആ പാത്രത്തിൻ്റെ സൈഡിലുള്ള ചരങ്ങൻ്റെ കഷ്ണം പ്രത്യേകം എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവിടത്തേക്ക് അത് ഇഷ്ടമാണ് എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഫലം അസൽ ഉഹിബ്ബുദ്ദുബ്ബ അമി യൗമി ഇദിൻ, അന്ന് മുതൽ എനിക്ക് ചരങ്ങ വളരെ ഇഷ്ടപ്പെട്ട വിഭവമായി തീർന്നു. അത് മഹബത്തിൻ്റെ ഒരു പ്രകടനമാണത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ചരങ്ങ അത്ര ഇഷ്ടവിഭവമല്ല. പക്ഷേ ഞാൻ ഹൃദയം മറന്ന് സ്നേഹിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചരങ്ങ വലിയ ഇഷ്ടമായപ്പോൾ എനിക്കും അന്ന് മുതൽ ഓട്ടോമാറ്റിക്കലായി അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമുക്കിഷ്ടമില്ലാത്ത പലതുമുണ്ടാകാം, എന്നാൽ അത് നമ്മുടെ വേഷഭൂഷാദികളാകാം, നമ്മുടെ സ്വഭാവങ്ങളാകാം, എന്ത് ആണെങ്കിലും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന സ്വഭാവമാണെന്ന് അറിയുന്നതോടുകൂടെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കണം. അതാണ് യഥാർത്ഥ ഈമാനും യഥാർത്ഥ മഹബത്തും. അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന അതാ, അന്ന് മുതൽ എനിക്ക് ചരങ്ങ വളരെ ഇഷ്ടപ്പെട്ട വിഭവമായി തീർന്നു. അതുപോലെ അവിടത്തേക്ക് മധുരപലഹാരങ്ങൾ, അതിനോടുള്ള സമീപനം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ ഹൽവാ വൽ അസൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മധുര പലഹാരങ്ങളും തേനും എല്ലാം ഇഷ്ടപ്പെട്ട വിഭവമായിരുന്നു. അതുപോലെ മറ്റ് മധുരമുള്ള പല ഹരീസകളും മറ്റുമൊക്കെ അവിടത്തേക്ക് ഇഷ്ടമുള്ളതായി ഹദീസുകളിൽ നമുക്ക് കാണാം. മധുരം കഴിക്കാതെ, മധുരം തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ സാഹചര്യം നമ്മുടെ പലർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പകർത്താത്തത് കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നാം കണ്ട് നമ്മുടെ ജീവിതമാക്കി തീർത്താൽ ഇതിനെല്ലാം ശമനമുണ്ട്. വൈദ്യശാസ്ത്രവും വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണത്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, അത് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക, വിശപ്പ് മാറിയാൽ ഭക്ഷണം നിർത്തുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ആ അധ്യാപനം നാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കേണ്ടതാണ്. അതില്ലാതെ വരുമ്പോഴാണ് ദുർമേധസ്സും കൊഴുപ്പും മറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുകൾക്കൊക്കെ തകരാറുകൾ വരികയും ഇൻസുലിൻ ഉൽപ്പാദനം ഇല്ലാതെയാവുകയും പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരുന്നത് ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ക്രമം നാം പാലിക്കാത്തത് കൊണ്ടാണ്. അത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ
ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, കത്തിയും മുള്ളും എന്നൊരു സംസ്കാരം ഈ വലിയ ഹോട്ടലുകളിലും അല്ലാത്തവിടത്തൊക്കെ കാണാം. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് അത് കത്തി കൊണ്ട് മുറിച്ച് മുള്ളുകൊണ്ട് കുത്തിയെടുത്ത് കഴിക്കുക. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ലാ തഖ്തഉൽ ലഹ്മ ബിസ്സിക്കീൻ, നിങ്ങൾ വേവിച്ച മാംസം കത്തി കൊണ്ട് മുറിച്ചെടുത്ത് കഴിക്കണ്ട. ഫഇന്നഹു മിൻ സനീഇൽ അആജിം, അത് ഇതര സമുദായങ്ങളുടെ സ്വഭാവമാണ്. ആജിം എന്ന് പറഞ്ഞാൽ അറബികളല്ലാത്തവർക്കെല്ലാം പറയുന്നതാണ്. പ്രത്യേകിച്ച് പേർഷ്യക്കാർക്ക് പ്രത്യേകമായും അജമി എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സംസ്കാരം നമുക്ക് വേണ്ട. ഫൻ ഹഷൂഹു, നിങ്ങളത് വായ കൊണ്ട് കടിച്ച് പല്ലുകൊണ്ട് കടിച്ചെടുത്ത് കഴിക്കുക. ഫഇന്നഹു അഹ്നഉ വ അമ്രഉ, അതാണ് ഏറ്റവും രുചികരമായും ഉണ്ടാവുക, നന്നായി ദഹിക്കാൻ പറ്റുന്നതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ ആ രൂപത്തിൽ അവിടുന്ന് പഠിപ്പിച്ച ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അവസാനമായി ഈ വിഷയത്തിൽ ഒരു ഹദീസ് കൂടി നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും സൽക്കരിച്ചു ഒരു ദിവസം. ആടറത്താണ് വിഭവം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഫഖാല നാവിൽനി ദിറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ആടിൻ്റെ കാല്, പുഴുങ്ങിയ കാല് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ഫനാബൽത്തുഹു, ഞാൻ കൊടുത്തു. സുമ്മ ഖാല നാവിൽനി ദിറാ, പിന്നെയും പറഞ്ഞു ഇത് ദിറാ കൊണ്ടുവരാൻ. അങ്ങനെ 4 പ്രാവശ്യം പറഞ്ഞു. അപ്പോഴൊക്കെ ഞാനത് കൊണ്ടുപോയി എടുത്തു. 5-മതും പറഞ്ഞു. അപ്പോൾ ഒരു കാല്, ആടിന് 4 കാലല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 5-മതും പറഞ്ഞു നാബിൽനി ദിറാ എന്ന് പറഞ്ഞപ്പോൾ ഫഖുൽതു യാ റസൂലല്ലാഹ് വകം ലിശാത്തി മിൻ ദിറാഇ, അതിരവായ നബിയെ, ഒരാടിന് എത്ര ദിറാ ആണ് ഉണ്ടാകുക? 4 ഉണ്ടാവുകയുള്ളൂ. അത് സ്വാഭാവികമാണല്ലോ. ഫഖാല, അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ അഖീദ ശരിക്കും മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ സക്കത്ത ലനാവൽതനി ദിറാഅ മാ ദഅഉതു, അല്ലാഹുവാണ് സത്യം, നിങ്ങളോട് ഞാൻ ദിറാഅ കൊണ്ടുവരാൻ പറഞ്ഞു, 4 വട്ടം പറഞ്ഞു. 5-മതും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറയുമോ അത്രയും പ്രാവശ്യം അതിൽ നിന്ന് ആടിൻ്റെ കാലുകൾ, പുഴുങ്ങിയ നല്ല വേവിച്ച കാലുകൾ എടുത്തുകൊണ്ട് വരാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട്. അപ്പോൾ അതിൽ സംശയമോ, മുഅ്ജിസത്തിൽ സംശയം ഉണ്ടായിട്ടല്ല, എന്നാലും അവിടെ ഒരു യുക്തി വിചാരം തലപൊക്കിയപ്പോൾ അവിടെ ആ ബറക്കത്ത് നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് അതിൽ നിന്ന് ദിറാ എടുത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പോൾ യുക്തി, കുയുക്തി എന്ന യുക്തികൾ പലതുമുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തുകൾ, ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ, അതൊന്നും നമ്മുടെ കേവല യുക്തിയിൽ അളന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കാൻ പാടില്ല എന്ന പാഠവും കൂടി ഈ ഹദീസിൽ നിന്ന് നമുക്കുണ്ട്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.